ഒരാളെ കൊല്ലണമെങ്കിലേ എനിക്കതിന് പണം കൊടുത്തിട്ട് വേണ്ട. വേണമെങ്കിൽ എടുത്ത് കുടിക്ക്, അല്ലാതെ എന്റെ കൈ കൊണ്ട് ഞാൻ തരില്ല. നീ എന്താടി ഇവരെ സൽക്കരിക്കാൻ പോവാണോ? അല്ലെങ്കിൽ ഇവരെന്നെ തല്ലൂന്ന് പറഞ്ഞു, അതുകൊണ്ടോ? ഇനി കുടിച്ചോ. നിക്കടി. ഈ ചായ എടുത്ത് നിന്റെ മുഖത്തൊഴിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഈ കുടുംബത്തിൽ വെച്ച് അത് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. നീ ഓർത്തു വെച്ചോ, ഒരു ചായക്കല്ല, ഒരു തുള്ളി വെള്ളത്തിന് കൊതിക്കുന്നീ ഈശ്വരനുണ്ടെങ്കിലും. അതെ, ഒന്ന് നിന്നേ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ മകൻ ഗുണ്ടയാണെന്ന് ഇപ്പൊ പറയുന്നത് കേട്ടു. നിങ്ങളുടെ അച്ഛൻ ഗുണ്ടായിരുന്നോ? അയ്യോ, ദേഷ്യപ്പെടണ്ട. നിങ്ങളൊരു ഗുണ്ടാ ഫാമിലി ആണോ എന്ന് അറിയാനായിരുന്നു. എടി പെണ്ണെ, ഞാൻ ദേഷ്യം വന്നിരിക്കുക, ഇവന്റെ വായി ഇരിക്കുന്നത് നീ കേക്കും. അതല്ല, എനിക്കിപ്പോ നിങ്ങളുടെ മോനെ കാണണമെന്നൊരു തോന്നല്. മോനെ കണ്ടാൽ എങ്ങനെയാ, കൊള്ളാവോ? ഈ റാവുത്തര് ഇരുമ്പ് ശ്രാങ്കെന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര മസിലൊക്കെയാണോ? ആണെങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ. രഹസ്യമായിട്ട് മതി, വേറെ ആരും അറിയണ്ട. ഇത്ര വകതിരിവില്ലാത്തവളാണോടി നീ? അയ്യേ, അതല്ല. ഈ തൊള്ള ഇതെന്തൊക്കെയാ വിചാരിച്ച്. എനിക്ക് ഒരാളുടെ കയ്യും കാലും തല്ലി ഒടിക്കണം. അതിന് എത്ര രൂപയാവുമെന്ന് അറിയാനാ. ആരുടെ കൈയും കാലുവാ? വേറെ ആരുടെയാ? അവളുടെ, ആ കവിതയുടെ. കയ്യും കാലും തല്ലി ഒടിച്ചാ അവൾ ഇവിടെ ഒതുങ്ങി കിടന്നോളും. ഈ രീതി പോയാ അവൾ ഈ കുടുംബം കുളം തോണ്ടും. നീ എത്ര രൂപ മുടക്കും? 1000 രൂപ പോരെ? എത്ര? 1500. അത് മതി. ആ കാശേ നിന്റെ ചെവിങ്ങ് തന്നെ. വാടി ഇവിടെ. അടിക്കുന്തോ. അവളെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. ഈശ്വരനൊരാള് മുകളിലിരുന്നെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഈശ്വരൻ കാണുന്നുണ്ടെന്ന്. മരുമകളുടെ നക്ഷത്രം ആയില്യം. അതെ, ദോഷമാണല്ലേ? എന്താ അടിയോടി? ആരൂഢം തെളിഞ്ഞു. അതുകൊണ്ട് ഇന്നിനി പ്രശ്നം വേണ്ട. ഒന്നും പറഞ്ഞില്ല. ആരൂഢം കണ്ടാൽ അന്ന് പിന്നെ ഒന്നും നോക്കരുതെന്നാ. നോക്കണ്ട. അഭിരാമിയുടെ കാൽവരവ് എത്ര ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാ മതി. എന്നാ ഞാൻ പോട്ടെ. എന്താ അടിയോടി ഇത്? പ്രശ്നത്തിൽ കണ്ടത് പറഞ്ഞിട്ട് പോയാ മതി. വേണ്ട, കണ്ടത് പറയാൻ പറ്റില്ല. അതെന്താ കഴിയാത്തത്? എന്തായാലും പറയടിയോടി. ഈ ബന്ധം ജാതകം നോക്കി ആലോചിച്ച് കഴിച്ചതാണോ? അല്ല, അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ ഞങ്ങളങ്ങ് സമ്മതിച്ചു. എന്ന് വെച്ച് ദോഷം വരുന്ന ഒന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവളീ വീട്ടിൽ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ അടിയോടിയെ വിളിപ്പിച്ചത്. പറ, കവടി നിരത്തിയപ്പോ എന്താ പ്രശ്നത്തിൽ കണ്ടത്? മരണം.
ചേട്ടാ, ഒരു രാഘവൻ അറിയോ ആരെങ്കിലും? രാഘവൻ എന്ന് പറയുമ്പോ ആ തണ്ടേരിയിലെ രാഘവനാണോ? തടിയുടെ പണിയുള്ള? തടിയുടെ പണിയല്ല, ഒരു ജീപ്പൊക്കെ ഉണ്ട്, ഡ്രൈവറാ. ഓ, നമ്മുടെ രാഘവൻ, കാർത്തുവച്ചിയുടെ മോൻ. രാഘവനെ സാർ അറിയോ? എൻ്റെ ഒരു സുഹൃത്താ രാഘവൻ. അവനെ ഒന്ന് കാണാൻ വന്നാ ഞാൻ. ചേട്ടന് വീടറിയോ? പിന്നെ വീടറിയും, ഞാനും ആ വഴിക്കാ. സാർ എൻ്റെ കൂടെ വാ. ഇവിടുന്ന് പോവേണ്ടി വരുമോ രാഘവൻ? ഞാൻ വരും. ആനന്ദ് സാറ് അങ്ങനെയാ പറയുന്നത്. ജീവിതകാലം മുഴുവൻ ഈ ഓട്ടോ ആയിരിക്കുമോ എനിക്ക്? എന്തെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടാവുമോ? ഒക്കെ ശരിയാവും. ആരുടെയെങ്കിലും വെട്ടുകൊണ്ട് ചാവാൻ നടന്ന് ഞാൻ ദേ ഇങ്ങനെ മര്യാദക്കാരനായില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. രാഘവ, ആ ദേ നിന്നെ അന്വേഷിച്ച ഒരാള്. ബാലെ, അതേക്കില്ലേ? എന്താ? സോളമൻ. അയ്യോ, ഇത് തന്നെ ആള്. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാറേ, എന്നാ കാണാം. ശരി. അല്ല, സാറെന്താ എൻ്റെ വീട് അന്വേഷിച്ച്? എന്താ, എനിക്ക് നിന്റെ വീട്ടിൽ വന്നൂടെ രാഘവ? ഓ, അങ്ങനെ പതിവില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കെന്താ ഒരു പരിഭ്രമം പോലെ? അതുണ്ടാവും സാറേ. നിങ്ങളെപ്പോലുള്ളവര് വെറുതെ എൻ്റെ വീട് അന്വേഷിച്ച് വരില്ലല്ലോ. അപ്പോൾ ഒന്ന് ചിന്തിക്കും എന്താ കാര്യം എന്നൊക്കെ. നീ മാത്രമേ ഉള്ളൂ ഇവിടെ? വീട്ടുകാരൊക്കെ എന്തി? അല്ല സാറെന്താ വീട്ടുകാരുടെ എണ്ണ എടുക്കാൻ വന്നതാ? എന്താ കാര്യമെന്ന് വളച്ചു കെട്ടില്ലാതെ അങ്ങ് പറ. രാഘവ, നേരെ തന്നെ അങ്ങ് ചോദിക്കാം. നിന്റെ കൂടെ ഒരു തള്ളയും പർദ്ദയിട്ടൊരു പെണ്ണിനെയും കണ്ടല്ലോ, അതാരൊക്കെയാ? ആ, അത് ശരി. അപ്പോ അതറിയാൻ വന്നതല്ലേ? മറ്റേ കൊച്ചമ്മ എന്നെ തുണിക്കടയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പൊ ഒരു സംശയം അല്ലേ? എന്റെ പണി സാറിനറിയാലോ, കൊട്ടേഷനാ. അപ്പോ എന്റെ കൂടെ പലരും കാണും. അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. എന്നാലും സാറിന്റെ സംശയം തീർക്കാനായിട്ട് ഞാൻ പറയാം. കൂടെ ഉണ്ടായിരുന്ന തള്ള എന്റെ തള്ളയാ, സ്വന്തം അമ്മ. പിന്നെ പർദ്ദയിട്ട സ്ത്രീ, അത് സ്ത്രീയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? പിന്നെ അതെന്റെ കൂടെയുള്ള കുരുവിയാ. ഒരാളെ തപ്പാൻ പോയതാ തുണിക്കടയിൽ. കുരുവിക്ക് ആളെ അറിയാം, പക്ഷേ അവൻ കുരുവിയെ കാണാൻ പാടില്ല. അതിന് പർദ്ദയിട്ട് വേഷം കെട്ടിച്ചതാ. എന്നിട്ട് ആളെ കിട്ടിയോ? അത് ഞാൻ പറഞ്ഞു തരണം. എന്നിട്ട് വേണം അവനെങ്ങാനും ചത്തു കഴിഞ്ഞാ കേസ് ദേ എന്റെ പെടലേക്ക് വരാൻ. സാറ് പോ. ഞാൻ നിന്റെ വീടൊക്കെ ഒന്ന് കയറി കാണട്ടെ. നിക്ക് സാറേ. സാറിന്റെ സംശയം ഇനി മാറിയില്ല അല്ലേ? ഇതാരാ? ഇതൊരു ഏട്ടനെ മോളെ. എനിക്ക് പേടിയാ. പോവാൻ പറ. പോ. അല്ല, പരിചയമില്ലാത്തവരെ കണ്ട കൊച്ചിന് പേടിയാ. സാറിപ്പോ പോ. പോയില്ലേ? ഞാനിവിടെ ഉണ്ടെന്ന് എന്തോ സംശയമുണ്ട്. ആ സംശയം ഇനി കൂടുകയുള്ളൂ. അത് മാറണം. അതിനു മുമ്പ് ബാലയെ ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. അമ്മ പറയുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചതാ ബാലമണിയെ ആ തുരുത്തിന്ന് കൊണ്ടുപോരണമെന്ന്.
ഞാൻ പറഞ്ഞത് അവിടെ അവൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും കിട്ടാത്തതുകൊണ്ടല്ല, അവിടുത്തെ സൗകര്യക്കുറവ് കൊണ്ടാ. അവൾക്കിപ്പോ നല്ല പരിചരണം ആവശ്യമുള്ള സമയമാ. ഡോക്ടറെ കാണാനൊക്കെ എപ്പോഴും പോവേണ്ടി വരില്ലേ? നിറവയറുമായിട്ട് വള്ളത്തിലിരുന്നുള്ള പോക്കൊന്നും ശരിയാവില്ല. അഴകത്തെ കുട്ടി അവള്. ഈ സമയത്തൊക്കെ ഇവിടെയായിരുന്നെങ്കിൽ അവൾക്ക് കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കാൻ വരെ ഞാൻ ആളെ നിർത്തിയേനെ. എന്ത് ചെയ്യാം, അതിന്റെ യോഗം ഇങ്ങനെയായിപ്പോയി. നമുക്കവിടുന്ന് മാറ്റാമേ. സുരക്ഷിതമായൊരു വീട് കണ്ടുപിടിക്കട്ടെ. എവിടെയാണെന്ന് വെച്ചാൽ എത്ര വലിയ വീട് നീ എടുത്തോ, അതിന് പണത്തിന്റെ കണക്കൊന്നും നോക്കണ്ട. ഇതുവരെ ഉണ്ടായ കഷ്ടപ്പാടുകൾ ഇനി ഉണ്ടാവരുത്. എന്നുവെച്ചാൽ ഒരു രാജകീയ സുഖമായിരിക്കണം അവൾക്ക്. നല്ല വീടും സൗകര്യങ്ങളൊന്നും മോഹിക്കുന്ന പെണ്ണല്ല അവള്. ഇപ്പൊ അവൾക്ക് ആവശ്യം ഒരമ്മയുടെ സാമീപ്യം. അതിന് ഈ അഴകത്ത് പോലൊരു വീട് വേറെ ഉണ്ടാവോ? ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. അഴകത്ത് എല്ലാ അവകാശവും അവൾക്കായിരിക്കും. കാർത്തി, നിനക്ക് ഞാൻ മൂത്ത ചേച്ചി മാത്രമല്ല. അമ്മയുടെ സ്ഥാനം എനിക്ക് തന്നാലും അധികപ്പറ്റാവില്ല. അത്രയ്ക്ക് സ്നേഹിച്ച് ലാളിച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ നിന്നെ ഞാൻ. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. നീ അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ചേച്ചിന്ന് വിളിക്കാതെ ഗീതമ്മേന്ന് വിളിച്ച് ശീലിച്ചത്. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ എന്താ കാര്യം? ഞാൻ പറയുന്നത് നീ കേൾക്കണം, അനുസരിക്കണം. നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ അഭിരാമി. ആ തെറ്റ് നീ തിരുത്തണം. തിരുത്തണമെന്ന് പറഞ്ഞ വേണ്ടെന്ന് വെക്കണം. കുടുംബത്തിന് നാശം വിതയ്ക്കുന്ന അവളെ ഉപേക്ഷിക്കണം. ഗീതമ്മ എന്തായി പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ച പെണ്ണല്ലേ അവള്. ജാതകം നോക്കാതെ കല്യാണം കഴിച്ചത് തന്നെ തെറ്റ്. അതിന്റെ രണ്ടാം കെട്ട്. ഓക്കെ, നിനക്ക് പറ്റിയ തെറ്റാ. ആ, അത് പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടിയോടിയെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ച് നോക്കിച്ചു ഞാൻ. എന്താ പറഞ്ഞെന്നറിയോ? എന്താ? മരണം സംഭവിക്കുമെന്ന്. അഭിരാമി ഇവിടെ താമസിച്ചാൽ ഈ വീട്ടിൽ ഉടനെ മരണം ഉണ്ടാവുമെന്ന്. അതിലൊക്കെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഗീതമ്മേ? കാര്യമുണ്ടോന്നോ? അടിയോടി പറഞ്ഞ ഏത് കാര്യവും നടക്കാത്തത്? ജ്യോതിഷം അച്ചട്ടാ. എന്നാലും എനിക്കത്ര വിശ്വാസം പോരാ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അഭിരാമി ഇനി ഈ വീട്ടിൽ വേണ്ട. അവളുടെ അച്ഛനോട് വരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ. വിളിച്ചോണ്ട് പോട്ടെ. ഗീതമ്മേ, അത് മറുത്തൊന്നും പറയണ്ട. കുടുംബത്തിലുള്ളവരുടെ ആയുസെങ്കിലും സംരക്ഷിച്ചേ പറ്റൂ എനിക്ക്. എന്താ സോളമ? ഞാൻ പറഞ്ഞില്ലേ കവിതയോട്, എവിടെയോ എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ക്ലിയർ ആയിട്ട് പറ. അങ്ങനെ ക്ലിയർ ആവുന്നില്ല, അതല്ലേ കുഴപ്പം. ചോദിച്ചതിനൊക്കെ രാഘവൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. പക്ഷേ ആ മറുപടികളിലെല്ലാം ഉണ്ടായിരുന്നു ഒരു കള്ളത്തരം. അതെങ്ങനെ മനസ്സിലായി? ഞാൻ എത്രയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ളതാ കവിത. എനിക്കറിയാൻ പറ്റും. രാഘവന്റെ അമ്മയാണ് മീൻകാരി കാർത്തു, അതിലൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷേ അവരെന്തിനാണ് അടിക്കടി അഴകത്ത് വരുന്നത്? ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് രാഘവൻ
അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ബാലാമണിയെ ഇല്ലാതാക്കിയത് നമ്മളാണെന്ന് രാഘവൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അഴകത്തെ സുമംഗലയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഏയ്, അതൊരിക്കലും സംഭവിക്കില്ല കവിതേ. ബാലാമണിയെ കൊന്നതും കായലിൽ കെട്ടിത്താഴ്ത്തിയതും നമ്മളല്ല, രാഘവനാണ്. ഏതെങ്കിലും തരത്തിൽ പുറത്തറിഞ്ഞാൽ ആദ്യം അഴിയണേണ്ടി വരുന്നതും അവനായിരിക്കും. അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാ. അവൻ സ്വയം പോലീസിനെ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടാണെങ്കിലോ? ഏയ്, അങ്ങനെ ചാവേറാവാനൊന്നും അവൻ നിൽക്കില്ല. മറ്റെന്തോ ദുരൂഹതകൾ അവന് ചുറ്റുമുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കുറച്ചുകൂടി. ഇതൂടെ കഴിച്ചേ. മതി. പോരാ, ഇതൂടെ കഴിച്ചാ മതി. വേണ്ട, എനിക്ക് മതി. നല്ല കുട്ടിയല്ലേ. വേണ്ട. വേണ്ടെങ്കി വേണ്ട, കരയണ്ട കേട്ടോ. നിനക്ക് ക്ഷീണമൊന്നുമില്ലേ മോളെ? കുറച്ചു നേരമെങ്കിലും പോയി കിടന്നൂടെ? എപ്പ നോക്കിയാൽ ഈ കൊച്ചിന്റെ പുറകെ. കുറച്ചു ദിവസം കൂടി മതിയല്ലോ. ഇവിടുന്നേ പറഞ്ഞുവിടാൻ ധൃതിയായി എനിക്ക്. അതെന്താ അമ്മേ, എന്നെ ഇഷ്ടമല്ലാണ്ടായോ ഇപ്പൊ? ഇഷ്ട കൂടുതലുകൊണ്ടാ. പ്രസവം അടുത്ത് വരിക. ഈ തുരുത്തി കിടന്ന് പാതിരാത്രിക്ക് എങ്ങാനും വല്ല വേദനയും തുടങ്ങിയാൽ എന്ത് ചെയ്യും നമ്മള്? ജങ്കാറുണ്ടാവില്ല, ആകെ വള്ളം തന്നെ ശരണം. ഈ കർക്കിടകത്തിലെ കാറ്റിലും മഴയിലും അതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ സ്ഥിരതാമസം ഉള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഉള്ളവരെ പോലൊന്നും അല്ല മോളെ. നീ വലിയ തറവാട്ടിലെ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലെയാ. ഇവിടുത്തെ ജീവിതമൊന്നുമല്ല നിനക്ക് പറഞ്ഞിരിക്കുന്നത്. നിന്റെ അധികാരത്തിന് മുന്നിൽ മറ്റുള്ളവർ കാത്തു നിൽക്കുന്ന ഒരു കാലം വരും, ഒരു ദിവസം വരും. വില കൂടിയ സാരികളാ. എടി, ഇതുപോലൊരു പട്ടെടുത്ത് നിൽക്കാൻ സുഹൃതം ചെയ്യണം. ഏതെങ്കിലും കടയിൽ ചെന്നാൽ നിനക്കിതുപോലത്തെ 10 പട്ട് വാങ്ങിക്കാൻ പറ്റിയേക്കും. പക്ഷേ അതൊന്നും ഉടുത്താൽ അഴകത്തമ്മയാവില്ല. ചടങ്ങ് കഴിഞ്ഞ് അഴകത്ത് വാഴിക്കുമ്പോ ഉടുത്ത പട്ടിനെ വരെ പൂജിക്കും. ആ പൂജകളുടെ പുണ്യം ഞാൻ ഉടുക്കുന്ന ഓരോ ചേലയിലുമുണ്ട്. നിന്റെ പരട്ടക്കുപ്പായം പോലെയല്ല ഇത്.
വരൂ അഴകത്തമ്മേ, അകത്തോട്ട് വന്ന് ഉപവിഷ്ടയായാലും. മാറി നിക്ക്, തുടരുതന്നെ. ചടങ്ങ് കഴിഞ്ഞ് എന്ന് വെച്ചാ പാലഭിഷേകം കഴിഞ്ഞ് അഴകത്തമ്മയായി കഴിഞ്ഞാ പിന്നെ ദൂരെ മാറി നിന്നേ സംസാരിക്കാവൂ. ശരി അഴകത്തമ്മേ. നിനക്കൊന്നും അറിയില്ല. ആനക്കൊട്ടിലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് 6 ആനകള് തലങ്ങും വിലങ്ങും ഓടി നടന്ന വീടും പറമ്പും ആയത്. തോട്ടിയും ചങ്ങലയും ഇല്ലാതെ നടന്ന കൊമ്പനാനകളുടെ 4 കാലുകൾക്കിടയിലൂടെ നടന്ന് മുൻകാലിൽ കണ്ണാരം പൊത്തി കളിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില്. ആ എന്നെ നീ ധിക്കരിക്കുന്നോ? അയ്യോ ഇല്ല, ഞാൻ ഒരു ധിക്കാരവും കാണിക്കില്ല. കാണിക്കരുത്. എടി, ഈ പറമ്പിൽ വീണു മുളയ്ക്കുന്ന നാളികേരത്തിന്റെ ഒരു പഴുമുളയുടെ വിലയില്ല നിനക്കും നിന്റെ വീട്ടുകാർക്കും. മനസ്സിലായോടി? മനസ്സിലായി അഴകത്തമ്മേ.